ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. കാരണം ചേച്ചിയും കൊച്ചും വീട്ടിലുള്ളത് കൊണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് കാശിയുടെ ആദ്യത്തെ KSRTC ബസ് യാത്രയാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോയിൽ പോരായെന്നുള്ളത് മാറ്റി നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ മെയിനായിട്ട് റീസൺ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിന്ന് പോയ വഴിയെല്ലാം ബ്ലോക്കായിരുന്നു. നമ്മൾ 10:30 ബസ്സിൽ കയറി നമ്മൾ ഏണിക്കര എത്തിയ ആ ഒരു ടൈമെന്ന് പറഞ്ഞാൽ 12 മണി കഴിഞ്ഞായിരുന്നു. കാരണം ഫുൾ ബ്ലോക്കായിരുന്നു. ഏത് പാർട്ടിയായാലും ഇങ്ങനെ മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമതൊരു ചൂട് നമ്മൾ ബസ്സിരുന്ന് നമ്മൾ എല്ലാവരും, ഇപ്പം ഞാനെന്നല്ല എല്ലാവരും ബസ്സിരുന്ന് അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ഇന്ന് ആ ബസ്സിരുന്ന്. ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഏത് പാർട്ടി ഞാൻ കുറ്റം പറയുന്നതല്ല, മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിച്ച് ഇങ്ങനെയൊക്കെ അവരെന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ പോയി അത്രേ എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ കൊച്ചിച്ചനും മോനും കൂടെ സുഖമായിട്ട് ചോറ് കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ കൊണ്ട് ഒഴിപ്പിച്ചായിട്ട് ഒന്ന് ഉണർന്ന് നോക്കിയതാണ്. പിന്നെ അവർ രണ്ടുപേരും സുഖമായിട്ട് ഉണങ്ങി. പിന്നെ വീട്ടിൽ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ ഇത് കുറച്ച് വീട്ടിലെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അച്ഛനും ചേട്ടനും കൂടെ നട്ട കീര, കത്തിരിക്ക, അങ്ങനെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അങ്ങനെ ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ ജസ്റ്റ് കണ്ണാടി വന്നപ്പോൾ ഞാൻ വീഡിയോ ജസ്റ്റ് അങ്ങോട്ട് എടുത്തതായിരുന്നു. വേറെ കാര്യങ്ങളൊന്നുമില്ല. വീഡിയോയ്ക്ക് ഒരുപാട് പോരായ്മകളുണ്ടെന്ന് അറിയാം. എല്ലാം ഓരോന്നായിട്ട് മാറ്റി നല്ല നല്ല വീഡിയോസായിട്ട് വരാവുന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ തിരിച്ച് ഈ സ്പോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസ് ഇറങ്ങി നടന്നു വന്നപ്പോൾ പത്മനാഭസ്വാമി കോവിലിൻ്റെ അവിടുത്തെ ഒരു കാഴ്ചയാണിത്. പിന്നെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു അത് പത്മനാഭസ്വാമി കോവിലിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കുളമൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതുകൂടി ഒന്ന് എടുത്ത് നിർത്തുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.